ഹുയങ് ഒരുപാട് മീനുകളെയൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് മീനുകളെ പിടിക്കുവാൻ സാധിക്കുമെങ്കിൽ പോലും നിനക്ക് ഇതുവരെയായിട്ടും നിന്റെ ഫസ്റ്റ് ലവിന്റെ ഹൃദയം കീഴടക്കുവാനായിട്ട് സാധിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും അത്ര വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് സാങ്പിലും അവനെ കളിയാക്കുന്നു. സാങ്പിലും കടയൊക്കെ തുടങ്ങിയ സമയത്താകട്ടെ മറ്റെന്തെങ്കിലും പരിപാടിയൊക്കെ തുടങ്ങുവാനായിട്ട് അവനോട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അമ്മയ്ക്കും അവന്റെ അടുത്ത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ അവനും പറയിക്കാണ്. എന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അമ്മയ്ക്ക് എന്റെ അടുത്ത് യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷയുമില്ല. എങ്കിൽ പോലും ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണോ അമ്മയുടെ അടുത്ത് ചെയ്തു കൊടുക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ എന്നോട് ചെയ്യുവാനായിട്ടോ അമ്മ പറയും. അല്ലാതെ എന്റെ ഒരു ആഗ്രഹം എന്താണെന്ന് പോലും അമ്മ ഇന്നേ വരെ ചോദിച്ചിട്ടില്ല എന്നൊക്കെ ഹോയെങ്ങും പറയുന്നു. ഹോഞ്ചും പതിയെ കടൽ തീരത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു സമയത്ത് കടലിൽ ഇറങ്ങുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ സൺപില് വിളിച്ചു പോകുന്ന സമയത്ത് ഹോയെങ്ങും അവളുടെ അടുത്തേക്കൊക്കെ ഓടി ചെല്ലുന്നു. വെള്ളത്തിലെ സീ കുക്കുമറൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ഹോഞ്ചും അതിനെ പിടിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വെള്ളത്തിലേക്കൊക്കെ വീഴുവാനായിട്ട് തുടങ്ങുന്നു. എങ്കിലും ഹോയിങ് പെട്ടെന്ന് തന്നെ അവളെയും പിടിക്കുകയാണ്. പിന്നീട് അവളോട് മാറി നിൽക്ക്, ഞാൻ ഇതൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് താല്പര്യമില്ലാഞ്ഞിട്ട് പോലും അവനും ആ ഒരു സീക്കുക്കുംബറിനെയൊക്കെ എടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പിന്നീട് അവളെയും കൂട്ടിക്കൊണ്ട് പോകാമെന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്കും അവളാകട്ടെ അടുത്തതായിട്ട് ഒക്ടോബസിനെ പിടിച്ചു തരണമെന്നൊക്കെയാണ് അവരോടും പറയുന്നത്. ഹൈജയും ക്യുങ്ടേക്കും ഒന്നിച്ച് യാത്രയൊക്കെ ചെയ്യുകയാണ്. അവളും പെട്ടെന്നൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടിങ്ങ് പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവളെ ആ ഒരു ഡ്രസ്സിൽ കാണുവാൻ വളരെ ഭംഗിയുണ്ടെന്നൊക്കെ ക്യുങ്ടേക്കും പറയുന്നു. അങ്ങനെ അവർ വളരെ ഹാപ്പി ആയിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ഹൈജിക്കും ഒരു കോളൊക്കെ വരുന്നത്. അതായത് ഹൈജയുടെ ചേച്ചിയായിരുന്നു അവളെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. നേരത്തെ ഹൈജയുടെ അച്ഛനും ബ്ലൈൻഡ് ഡേറ്റിന് വേണ്ടി ക്യുങ്ടേക്കിനെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ബ്ലൈൻഡ് ഡേറ്റ് ആകട്ടെ ഹൈജയുടെ ചേച്ചിയുമായിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ ചേച്ചിയും ക്യുങ്ടേക്കിന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരാമോ എന്നൊക്കെ അവളുടെ അടുത്തും ചോദിച്ചിരിക്കുകയാണ്. ഹൈജയ്ക്കും അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒരുപാട് വിഷമമാകുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ ഹൈജ അവന്റെ അടുത്ത് തുറന്ന് പറയുമ്പോഴത്തേക്കും അവനും അതിനൊരു മറുപടി പറയുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഹൈജയും ആകെ മൂഡ് ഓഫ് ആയിട്ട് പാട്ടൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എന്തായാലും കടൽ തീരത്തൊക്കെ പോകുന്നുണ്ടല്ലോ, അവിടെ വെച്ച് നിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞാൻ ചേച്ചിക്ക് അയച്ചു കൊടുത്തോളാമെന്ന് അവളും പറയുന്നു. ഹോഞ്ചു പറഞ്ഞതിൽ നിന്നും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ആയിരുന്നു കടലിൽ നിന്നും ഹോയെങ്ങും അവൾക്ക് വേണ്ടി പിടിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് അവളും ഒക്ടോബസിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരും പോയിട്ട് പോലും ഇപ്പോഴും ഒക്ടോബസിനെ തപ്പി നടക്കുകയാണ് ഹോയെങ്ങും. ഒടുവിൽ ഒരു ഒക്ടോബസിനെയൊക്കെ കാണുമ്പോഴത്തേക്കും അവളും അതിനെ പിടിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. പക്ഷെ അത് വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂടി കൂടിയിട്ടാണ് അതിനെ പൊക്കുവാനായിട്ടൊക്കെ നോക്കുന്നത്. അതിനിടയ്ക്കാകട്ടെ ആ ഒരു ഒക്ടോബസിനെ പിടിച്ച് വലിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് വീഴുന്നു. എന്തായാലും അവളും പെട്ടെന്ന് തന്നെ അവന്റെ വായൊക്കെ പൊത്തുന്നുണ്ട്. പിന്നീട് അവൾ അവിടെ നിന്ന് എണീറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കുമാണ് അവളുടെ തൊപ്പിയും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതിപ്പോൾ കാണാനില്ല എന്ന കാര്യം മനസ്സിലാക്കിയത്. അതായത് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ കടലിൽ നിന്നും പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അവളുടെ തൊപ്പിയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആകട്ടെ ആ തൊപ്പിയോടെ കാണാനില്ല. കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് ഫുഡ് ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് സാങ്പിലും. ഇനി ഹൈജയുടെ ചേച്ചിയുമായിട്ട് ക്യുങ്ടെക്കിന് ഡേറ്റിന് പോകേണ്ടതായിട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓർത്തിട്ട് ദേഷ്യമുണ്ടായിരുന്ന അവളും ആ ദേഷ്യം എല്ലാം തന്നെ ഉണ്ടാക്കുന്ന ഫുഡിലൊക്കെ തീർക്കുകയാണ്. അവൾ എന്തായാലും ഒരുപാട് വയലന്റ് ആയത് കൊണ്ട് തന്നെ ഹോഞ്ചുവും പതിയെ അവളെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നു. അവൾക്ക് എന്താണ് സംഭവിച്ചത്? അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് അവളെ ചീറ്റ് ചെയ്തിട്ട് പോയപ്പോഴത്തേക്കും ആയിരുന്നു ആദ്യമായിട്ട് അവൾ ഇതുപോലെയൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെ സാങ്പിൽ നിൽക്കുന്ന സമയത്താണ് സാങ്പിലും ക്യുങ്ടേക്കിനെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ എന്തോ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരിക്കുമെന്നൊക്കെ സാങ്പിലും വിചാരിക്കുന്നു. നീയും ക്യുങ്ടേക്കും തമ്മിൽ വഴക്ക് വല്ലതും ഉണ്ടാക്കിയോ എന്നൊക്കെ ഹോഞ്ചു ഹൈജയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലൊന്നും ആയിരുന്നില്ല. എനിക്കും ഹോയിങ്ങിന്റെ അടുത്ത് അത്രത്തോളം പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അവനേക്കാളും പ്രിയപ്പെട്ടത് നീയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കാതിരിക്കുവാനായിട്ടായിരുന്നു ഞാനും ക്യുങ്ടേക്കുമായിട്ട് ഇഷ്ടത്തിലാണെന്നൊരു കള്ളമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നൊക്കെ ഹൈജിയും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കാണ് ശരിക്കും നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഹൈജിയും പറയുന്നത്. നേരത്തെ ആകട്ടെ വണ്ടിയില് പാട്ടൊക്കെ വെച്ചതുവരെ ആയിരുന്നല്ലോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം അവളും കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഹൈജിയുടെ അച്ഛൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമായിരുന്നു ബ്ലൈൻഡ് ഡേറ്റിന് പോകാമെന്നൊക്കെ ഏറ്റിട്ടുണ്ടായിരുന്നതെന്നും യഥാർത്ഥത്തിൽ അവളുടെ ചേച്ചിയുമായിട്ടൊരു ബ്ലൈൻഡ് ഡേറ്റിന് പോകുവാനായിട്ട് അവന് ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന കാര്യവുമൊക്കെ ക്യുങ് തുറന്നു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നിച്ച് ഡേറ്റിനൊക്കെ പോയാലോ? എനിക്കും നിന്നെ ഇഷ്ടമൊക്കെയാണ്. നിനക്കും എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് നന്നായി തന്നെ അറിയാമെന്നൊക്കെ ഹൈജി പറഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു എനിക്ക് നിന്നെ ഒരിക്കൽ പോലും ഇഷ്ടമായിരുന്നില്ല എന്നൊക്കെ ക്യുങ് എടുത്ത വായ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു വിഷമത്തിലൊക്കെ ആയിരുന്നു അവളും ഉണ്ടായിരുന്നത്. അവളാകട്ടെ കാണാൻ കൊള്ളാവുന്ന ആണുങ്ങളെ മാത്രമേ നോക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു നടന്നതായിരുന്നെങ്കിൽ പോലും ഇപ്പോഴാകട്ടെ അവനും വളരെ നല്ലൊരാളാണ്. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവൻ തന്നെ റിജക്ട് ചെയ്തതെന്ന് മാത്രമാണ് അവൾക്ക് അറിയത്തില്ലാത്തത്.
എങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുമായിട്ട് ഒന്നിച്ചൊരുപാട് മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കുക എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഹാപ്പിയാണെന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഇപ്പോഴാകട്ടെ ഹൈജി ക്യുങ്ടെക്കിന്റെ അടുത്തും ഹോൻചു ഹുയേങ്ങിന്റെ അടുത്തും ചെന്നിരിക്കുന്നു. ഹൈജിയും എല്ലാവരോടും ഒന്നിച്ചു നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഇപ്പോഴാകട്ടെ പല പല സംഭവങ്ങളൊക്കെ ഒന്നിച്ച് കാണിക്കുന്നു. ഹോഞ്ചു കുട്ടിയായിരിക്കുന്ന സമയത്ത് ടി.വി. ഒക്കെ കണ്ടിരിക്കുമ്പോഴത്തേക്കും ഹോഞ്ചുടെ അമ്മ വീട്ടിൽ നിന്നും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങി പോവുകയാണ്. അവളും അമ്മയുടെ കൂടെ വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അമ്മ അതൊന്നും സമ്മതിക്കാതെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും അവൾ ഒരുപാട് പിന്നാലേക്ക് ഓടിയതിനു ശേഷം അമ്മ എവിടേക്ക് പോയെന്ന് അറിയാതെ കരഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കുമാണ് അവളും അവളുടെ ആന്റീനെ കാണുന്നത്. പിന്നീട് ആന്റിയോട് ഞാനും ആന്റിയുടെ കൂടെ വന്നോട്ടെ, എന്റെ അമ്മേനെ ആന്റി കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ആന്റിയുടെ പിന്നാലെ കുറച്ച് ദൂരമൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ആന്റിയും അവളെ ഉപേക്ഷിച്ച് പോകുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത സംഭവത്തിലാകട്ടെ ജൂൺഹോ അവളെ ഉപേക്ഷിച്ച് പോയ സമയത്ത് എന്നെ കൂടി കൂട്ടിക്കൊണ്ട് പോകാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൾ പിന്നാലെ പോയതും കാണിക്കുന്നു. പക്ഷെ അപ്പോഴാകട്ടെ അവളും ജൂൺഹോനെ ചീത്ത വിളിച്ചതിന് ശേഷം ഇനി മേലാൽ നീ എന്റെ സ്വപ്നത്തിലേക്ക് വന്നു പോയേക്കരുതെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് കടന്നു വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹൂയിങ്ങിനെയൊക്കെ കാണിക്കുന്നത്. നിന്റെ റൊമാൻസ് ഒക്കെ ഇല്ലാതായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് നിന്റെ ഒപ്പം ഞാൻ സ്വപ്നത്തിലൊക്കെ ഉള്ളത്. എങ്കിലും എനിക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവനും എയർപോർട്ടിനകത്തേക്കൊക്കെ നടക്കുന്നു. പെട്ടെന്നായിരുന്നു അവളും കണ്ണൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ അവളുടെ സ്വപ്നമായിരുന്നു. അവളും രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും ആരെയും വീട്ടിൽ കാണുന്നൊക്കെ ഉണ്ടായിരുന്നില്ല. അതായത് അവളെയും ഹുയെങ്ങിനെയും തനിച്ചാക്കിയിട്ട് ബാക്കിയുള്ള 4 പേരും കൂടി പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ക്യുങ്ടെക്കിനും ഹൈജിയുടെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും ഹൈജിയും ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ കൂടാമെന്നൊക്കെ ക്യുങ്ടെക്കിന്റെ അടുത്തും പറയുകയാണ്. അങ്ങനെ ഇരിക്കെ അങ്കിളിനും പെട്ടെന്നൊരു കോളൊക്കെ വരുന്നു. അങ്കിളിന് കോൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹുയെങ്ങിന്റെ അമ്മയുടെ അടുത്തു നിന്നുമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തണമെന്നൊക്കെ അങ്കിളും വണ്ടി ഓടിച്ചിരുന്ന ക്യുങ്ടെക്കിനോടൊക്കെ പറയുന്നു. ഇനി ഹോഞ്ചുവും പലരെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ആരും ഫോൺ എടുക്കാതെയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഹുയെങ്ങിനെയാണ് കാണുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ തിരിച്ച് വീട്ടിലേക്കൊക്കെ പോയി. നമുക്ക് ഇനിയും ഒരുപാട് സമയമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹുയെങ് ഇരിക്കുന്നതും. നേരത്തെ ഹുയെങ് തിരിച്ചു പോകുന്ന ഒരു സ്വപ്നമൊക്കെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇനി നീ യുഎസിലേക്ക് മടങ്ങി പോകരുതെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവനും അതൊക്കെ സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളും അവനെ കിസ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് ജൂൺഹോ പോകുവാൻ തുടങ്ങിയ ആ ഒരു സീനൊക്കെ കാണിക്കുന്നു. അവളും അവന്റെ പിന്നാലേക്ക് ഓടിയിട്ടുണ്ടായിരുന്നെങ്കിലും അവനാകട്ടെ ഞാൻ വലിയൊരു നോവലൊക്കെ എഴുതിയതിനു ശേഷം തിരിച്ചു വരും. നീയും അതുവരെ എനിക്ക് വേണ്ടി കാത്തിരിക്കണോന്നൊക്കെ ആയിരുന്നു മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൻ ആ കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് അവളോട് പറയുകയായിരുന്നെങ്കിൽ അവളും അവനു വേണ്ടി കാത്തിരുന്നേനെ. അങ്ങനെ പറയാത്തത് കൊണ്ട് തന്നെയാണ് അവളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടൊക്കെ അവളും അവനെ വിചാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ജൂൺഹോയും പോകുന്നതിന് മുമ്പായിട്ട് അവിടെ നിന്ന് കരയുന്നൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഒരാളുടെ പ്രണയമാണോ അതോ വ്യക്തികളാണോ മാറുന്നത് എന്നൊക്കെ ജൂൺഹോയും ഓർക്കുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ത്രീമയും കാണാം. ബൈ.